കൊല്ലം നെടുമത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ 3 പേർ മരിച്ചു. കൊട്ടാരക്കര ഫയർ റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, നെടുമത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടം. 3 കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന. 12:30 ആയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമ്മള് സ്ത്രീ ജീവനോടെ കിണറ്റിനുള്ളിലുണ്ട്. അപ്പൊ നമ്മള് അവരെ ജീവനുള്ള ആളായതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് സോണി എന്ന് പറയുന്ന ജീവനക്കാരനെ നമ്മള് BSF സഹായത്താല് സേഫ്റ്റി ഒക്കെ ധരിപ്പിച്ച് കിണറ്റിലിറക്കി. ഇറക്കിയിട്ട് നമ്മൾ എടുക്കാൻ നേരം വെട്ടക്കുറവുണ്ടായിരുന്നു. വെട്ടക്കുറവുള്ളതുകൊണ്ട് നമ്മുടെ ജീവനക്കാരും ഇവിടെ നല്ല ഇരുട്ടുള്ള സ്ഥലമല്ലേ, അപ്പൊ നമുക്ക് വെട്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഇവരുടെ ആരും ബന്ധുവെന്നോ ഹസ്ബൻഡെന്നോ ഒക്കെ പറയുന്ന ഒരാളെ ലൈറ്റ് അടിച്ച് തരാനായിട്ട് സഹായിക്കാനായിട്ട് വിളിച്ചു. ഈ പുള്ളി ഫെൻസിംഗ് അല്ലേ, കിണറിന്റെ ഫെൻസിങ്ങിലേക്ക് ചാരി നിൽക്കാൻ ഫെൻസിങ് കടന്ന് അകത്തേക്ക് പോവുകയും ചെയ്തത്. നമ്മുടെ ജീവനക്കാരുടെ തലയിൽ വീണു, തല പൊട്ടി, തലച്ചോറ് പുറത്തു വന്നു. ഒരവസ്ഥയിലാണ് നമ്മൾ എടുക്കുന്നത്. കാര്യം ഈ ജീവനക്കാരൻ നമുക്ക് എന്താ പറയാ റോപ്പിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ റോപ്പ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റി. നമ്മള് കൊട്ടാരക്കര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ച് നമ്മൾ ഡോക്ടറെ കണ്ടപ്പം ഏകദേശം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുള്ളതാണ് അറിയിച്ചത്. മറ്റു 2 പേരെയും പുറത്തെടുക്കുന്നതിൽ മറ്റു 2 പേരെ എടുക്കുന്നതിന് കാര്യപ്പെടുത്തേക്കും. പിന്നെ നമ്മുടെ ജീവനക്കാരെല്ലാം ഈ ആളെ കൊണ്ട് കാഷ്വാലിറ്റി കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ കുണ്ടറയും കൊല്ലവും സ്റ്റേഷനിൽ വന്നിട്ടാണ് ബാക്കിയുള്ളവരെ പുറത്തെടുത്തത്. എല്ലാവരും മരണപ്പെട്ടു. സുധീഷ് ഇരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു. ആ കിണർ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ കൈവരിയുമൊക്കെ നേരത്തെ തന്നെ ഇടിഞ്ഞ് ഏത് നിമിഷവും പാളി വീഴാറായ ഒരു സാഹചര്യം തന്നെയായിരുന്നു അത്. പിന്നെ ഈ 3 പേർ രക്ഷിക്കാൻ പോയ ആ റെസ്ക്യൂ ഉദ്യോഗസ്ഥനടക്കം മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം. പക്ഷേ അതിനുമൊപ്പം ചേർത്ത് വായിക്കണം മറ്റൊന്ന്, ഈ അർച്ചനയെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ച സാഹചര്യം എന്ത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിച്ച വിവരങ്ങൾ. തീർച്ചയായും സ്വപ്നം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന് മുൻവശമാണ്. ഇവിടെ വീട് നിർമ്മാണം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ആ ഭാഗത്താണ് ഈ കിണറുള്ളത്. ഈ കിണറിൻ്റെ കൈവരിയാണ് ഇത്തരത്തിൽ നമുക്ക് കാണാം. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് കിണറിൻ്റെ കൈവരി അല്പം ഇടിഞ്ഞ് താണ് കിണറ്റിനുള്ളിലേക്ക് വീണ ഒരവസ്ഥ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് റോഡിൽ നിന്ന് ഒരുപാട് ഉയരമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതായത് ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ കിണറ്റിലേക്ക് ആഴം അത് വളരെ വലിയൊരു ആഴമുള്ള കിണർ തന്നെയാണ്. ആ കിണറ്റിലേക്ക് നമുക്ക് നോക്കിയാൽ ഒരു ഉള്ളിൽ വെള്ളം പോലും കാണാൻ പറ്റാത്തത്ര തരത്തിലുള്ള ഒരു ആഴം കിണറ്റിനുണ്ട്. ഈ ഒരു കിണറിലേക്കാണ് ഈ പറയുന്ന അർച്ചന ആത്മഹത്യക്ക് വേണ്ടി എടുത്തു ചാടുന്നതും തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നടത്തുന്നതുമൊക്കെ ഇതിനെ തുടർന്നായിരുന്നു. ആ സമയത്താണ് ഈ കിണറിൻ്റെ കൈവരികൾ ഇടിഞ്ഞ് താഴ്ന്ന് ഇതിനുള്ളിലേക്ക് ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഇറങ്ങുന്നവർ വീഴുന്ന ഒരു കാഴ്ച. തുടർന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയും ഒപ്പം ഉണ്ടായിരുന്ന ഈ അർച്ചനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ശിവകൃഷ്ണൻ എന്ന ആൾക്കും മരണം സംഭവിച്ചത്. രാത്രി 12 മണിയോട് കൂടിയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. ഈ ഒരു വിവരം അറിഞ്ഞ, അതായത് ഈ അപകട വിവരം അറിഞ്ഞ് ഫയർഫോഴ്സ് യൂണിറ്റ് 12:30 കൂടി സ്ഥലത്തേക്ക് എത്തുന്നു. തുടർന്ന് ഈ അർച്ചനയെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം ഫയർഫോഴ്സ് സംഘം നടത്തുന്നു. അങ്ങനെ ആ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാണ് ഈ ഒപ്പമുണ്ടായിരുന്ന ശിവകൃഷ്ണൻ ഈ കിണറിൻ്റെ കൈവരിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കിണറ്റിനുള്ളിലേക്ക് കിണറ്റിനുള്ളിലേക്ക് അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിനിടയിലാണ് ഈ കിണറിൻ്റെ ഈ ഒരു ഭിത്തി ഇടിഞ്ഞ് കിണറിനുള്ളിലേക്ക് ഈ കരിങ്കൽ കഷ്ണങ്ങളും ഈ കട്ടകളും മറ്റുമൊക്കെ വീഴുന്നു. അത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലുണ്ടായ ഒരു ദാരുണമായ അപകടം. ആ അപകടമാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചതിൻ്റെ ഫലമായിട്ടാണ് അർച്ചന അർദ്ധരാത്രിയോടുകൂടി കിണറ്റിൽ ചാടുകയും ഫയർഫോഴ്സ് സംഘം ഇവിടെ രക്ഷിക്കാനെത്തി. രക്ഷിച്ച് ഏകദേശം മുകളിലെത്തിയ സമയത്താണ് ഇതിൻ്റെ കിണർ ഇടിഞ്ഞ് ഒരു 3 പേരും താഴോട്ട് പതിച്ചതെന്നാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന നാട്ടുകാരടക്കം പറയുന്നത്. ഇനി ഈ നാട്ടുകാരിൽ നിന്ന് കൂടുതൽ മൊഴി രേഖപ്പെടുത്തി അർച്ചനയെ മർദ്ദിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പോലീസിൻ്റെ അന്വേഷണത്തിൽ കൊണ്ടുവരുന്നതാണ്.
അർച്ചനയെ നിരന്തരം മർദ്ദിക്കുമായിരുന്നെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ രീതിയിലുള്ളൊരു അന്വേഷണവും നടക്കും. പക്ഷേ മർദ്ദിച്ച ആളും ഇപ്പോൾ ഈ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണ ചാർജായിരിക്കും പോലീസ് കൊടുക്കുന്നത്. തീർച്ചയായും സ്വപ്ന, ഈ ഒരു പ്രദേശത്തുള്ളവർക്കും മറ്റുമൊക്കെ പറയാനുള്ളത് ഈ ഒരു സംഭവം നടക്കുന്ന കുറിച്ചിട്ടാണ്. കാര്യം ഈ അർച്ചന ഉണ്ടായിരുന്ന ഈ മരണപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട ശിവകൃഷ്ണൻ നിരന്തരം മൂലമാണ് ഈ പറയുന്ന പോലെ ഇത്തരം ഭൂമി വാങ്ങിച്ച് താമസമായിട്ട് ഇത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം കൊടുത്ത കെട്ടിടമാണ്. ഈ 2022 ഈ കെട്ടിട നിർമ്മാണത്തിന് ലൈഫ് ഭവന പദ്ധതി പ്രകാരം അങ്ങനെ അംഗീകാരം കിട്ടി വീട് അനുവദിച്ചു കൊടുത്തത്. അതിനുശേഷം അർച്ചനയുടെ 3 കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത്. അമ്മ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 6 മാസം. തീർച്ചയായും സ്വപ്ന ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റാണ് അല്ലേ? ഈ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ താമസിക്കുന്നു. ഇവരുടെ വീട് ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് നിർമ്മിക്കുന്നത് അല്ലേ? നിർമ്മിച്ച് പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഈ ശിവ എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിന്നും നിരന്തരം ഈ പീഡനങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരുന്നിട്ടുണ്ടോ? ശിവകൃഷ്ണൻ ഏകദേശം 3 മാസമായിട്ടുള്ളൂ ഇവരുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട്. ഇവിടെ ഇന്നലെ പതിവില്ലാത്തോളം വന്നെന്നാണ് പറയുന്നത്. കൂടെ വന്ന് പോവും. അപ്പോഴൊക്കെ പ്രശ്നമുണ്ടെന്നുള്ളതും ഇന്നലെ 12 മണി തൊട്ടേ ഇവിടെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും 12:30 കഴിഞ്ഞപ്പോഴാണ് ഈ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ കിണറ്റിൽ ചാടിയത്. ഇത് 25 വർഷത്തിലധികം കാലപ്പഴക്കമുള്ള പഞ്ചായത്തിൻ്റെ കിണറാണ്. അപ്പോഴിത് പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കുകയാണ്. ഇന്നലെ നല്ല മഴയുള്ളത് കൊണ്ട് ഇത് സത്യത്തിൽ ഇത് ഇറങ്ങാൻ നേരത്തെ പറഞ്ഞതാണ്. ഇത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വന്ന് 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതിനകത്ത് ഇറങ്ങിയത്. അപ്പോൾ പൊളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ട് പോലും അത് വകവെക്കാതെ 2 ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിയപ്പോൾ സത്യത്തിൽ അതിദാരുണമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മരണം ഞങ്ങളുടെ പഞ്ചായത്തിനെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ 3 മരണം. അതിലുപരി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മരണം ആർക്കും സഹിക്കാൻ വയ്യാത്തൊരു സംഭവമായിട്ടാണ് കാണുന്നത്. ഈ പറയുന്ന പോലെ ഇപ്പം ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടായ വ്യക്തി എന്ന് പറയുന്നത് അയാളും മരണപ്പെട്ടു, ശിവകൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിവകൃഷ്ണ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നതായിട്ടുള്ള ഒരു തെളിവുകളും കാര്യങ്ങളും ഇപ്പോൾ പോലീസിനും കിട്ടിയിട്ടുണ്ട്. വീഡിയോ അർച്ചന കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞിൻ്റെ മരിക്കുന്നതിന് മുൻപ് അർച്ചന കുറച്ച് വീഡിയോ എടുത്തിരുന്നു. അതായത് ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അർച്ചനയെ മർദ്ദിക്കുന്നതായുള്ള വീഡിയോ അർച്ചന മരണത്തിന് മുന്നേ അർച്ചന കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഉപദ്രവിച്ചത്. പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈലിൽ ആ വീഡിയോ ഉണ്ട്. മകൻ എല്ലാ കാര്യങ്ങളും പറയും. മകൻ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. കുഞ്ഞ് 14, 12, 10 വയസ്സുള്ള 3 കുട്ടികളാണ് അർച്ചനയ്ക്കുള്ളത്. അർച്ചനയുടെ രക്ഷിതാക്കളും മാതാപിതാക്കളും അവരൊക്കെ അർച്ചനയ്ക്ക് നിലവിൽ അമ്മ ഇവിടെയുണ്ട്. അമ്മ മിനി. അച്ഛനയുടെ അമ്മ 33 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹബന്ധം ഏർപ്പെടുത്തിയതാണ്. അർച്ചന ഇങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ ഇങ്ങനെ ജീവിച്ച നിലവാരമൊക്കെ എങ്ങനെയായിരുന്നു? മീൻസ് എന്ത് ജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണം? അർച്ചന ഹോം നേഴ്സായിട്ട് പോവുകയായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഹോം നേഴ്സായിട്ട് പോവുകയും പിന്നെ അമ്മയുടെ സഹായത്താൽ അമ്മയാണ് കുഞ്ഞുങ്ങളെ 3 പേരെ നോക്കുന്ന ആ സമയത്ത്. അപ്പോൾ 2 പേരും അന്വേഷിച്ചിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഈ അയൽക്കാരൊക്കെ പറയുന്നുണ്ട് ശിവകൃഷ്ണ പലപ്പോഴായിട്ട് ഇവിടെ വരാറുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപദ്രവിക്കാറുണ്ട്, ഭീഷണിയൊക്കെ പെടുത്താറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ഇന്നാണ് വിവരങ്ങൾ അറിയുന്നത്. പലപ്പോഴും വരുമ്പോഴെല്ലാം പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു സംഭവം, അതായത് നമ്മൾ ഈ ഒരു പ്രദേശം നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് കയറി എത്താൻ രക്ഷാപ്രവർത്തനത്തിന് വാഹനങ്ങൾക്ക് എത്താൻ പോലും പ്രയാസം അല്ലേ? ഇരുചക്ര വാഹനങ്ങൾ പോലും കടന്നു വരാൻ പ്രയാസമുള്ളൊരു മാർഗമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അത് ബുദ്ധിമുട്ടായി. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ കാലപ്പഴക്കമുള്ള കിണറും ഇന്നലത്തെ കാലവർഷം നല്ല ശക്തി ആയതുകൊണ്ടാണ് ഈ സത്യത്തിൽ ഈ പൊളിഞ്ഞിരിക്കുന്ന ഒന്നും കൂടെ തകർന്നു വീഴാനുള്ള കാര്യം. അപ്പോൾ 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇറങ്ങുമ്പോൾ നെറ്റുമായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഈ ശിവകൃഷ്ണൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ ശ്രമിച്ചപ്പോൾ ഈ തൊടി പൊട്ടിപ്പൊളിഞ്ഞ് വീഴുകയും നെറ്റുമായി ഇറങ്ങിയ ഉദ്യോഗസ്ഥൻ്റെ തലയ്ക്ക് കട്ട വീണ് തല പിളർന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ഈ അർച്ചനയ്ക്ക് ഈ സമയമൊക്കെ ഇതിനുള്ളിൽ കിണറ്റിൽ വീണ സമയത്തൊക്കെ ജീവൻ ഉണ്ടായിരുന്നു? അർച്ചന വീണപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ലൈറ്റ് അടിച്ച് നോക്കി ജീവൻ ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്.
അതിനുശേഷം ഇവർ വീണ്ടും അപകടം സംഭവിച്ചു. അതായത് ഈ രണ്ടുപേരും കിണറിടിഞ്ഞ് ഉള്ളിലേക്ക് വീണു. അതിനുശേഷം പിന്നെ ഫയർഫോഴ്സ് എത്തി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതൊക്കെ പുറത്തെടുക്കാൻ? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പിന്നീട് വന്നവർ നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ആശുപത്രി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് പിന്നീടാണ് ഇവരെ ഏകദേശം 2.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് മറ്റ് രണ്ടുപേരെ എടുക്കാൻ കഴിഞ്ഞത്. അപ്പോഴത്തേനും അവർ മരിച്ചിരുന്നു. തീർച്ചയായും സ്വപ്ന, ഇത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ച കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. കാരണം നമുക്കറിയാം ഈ വീട് അത് ഒരു നിർമ്മാണം പൂർത്തിയായി വരുന്ന ഒരു വീടാണ്. ഈ വീട്ടിലായിരുന്നു അർച്ചന താമസിച്ചും കുട്ടികളുമൊക്കെ താമസിച്ചു വന്നിരുന്നത്. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ കിണറിൻ്റെ ഒരു പഴക്കം തന്നെ കാണാം. കാര്യം കിണറിൻ്റെ ഭിത്തികൾ ഒക്കെ തന്നെ കാലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞ് താഴുന്നൊരവസ്ഥ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കിണറിൻ്റെ കൈവരികളും മറ്റുമൊക്കെ അത്തരത്തിൽ ഒരു ബലക്ഷയം ഉണ്ടായ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. അത്തരത്തിൽ ഒരു കട്ടകളൊക്കെ ഇളകി മാറി നിൽക്കുന്ന കിണറിൻ്റെ ഒരു ഭിത്തി, ആ ഭിത്തിയിലേക്ക് ചാരി നിന്നുകൊണ്ട് കിണറ്റിനുള്ളിലേക്ക് ഒരു ടോർച്ച് ലൈറ്റ് തെളിക്കുന്നതിനിടെയാണ് ഈ ശിവകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ശിവകൃഷ്ണൻ ഈ കിണറ്റിനുള്ളിലേക്ക് വീഴുന്നതും ആ സമയം കിണറിനുള്ളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ തലയിലേക്കാണ് ഈ കിണറിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് തകർന്ന കിണറിൻ്റെ അവശിഷ്ടങ്ങൾ പതിക്കുന്നത്. അത്തരത്തിൽ അത് പതിച്ചതിന് അതോടെ കൂടിയാണ് ഒരു അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. ഈ സമയമൊക്കെ അർച്ചനയ്ക്ക് കിണറിനുള്ളിൽ വെച്ച് തന്നെ ജീവൻ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നീട് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ഒരു പ്രയാസമുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തേക്ക് ഒരു വാഹനം കടന്നു വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. ഇപ്പോൾ ശാസ്താംകോട്ട DYSP അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയും. സാർ, എങ്ങനെയായിരുന്നു ഇത്, എന്താണ് അറിഞ്ഞിട്ടുള്ളത്? ഇന്നലെ രാത്രിയോടുകൂടി അർച്ചന ഈ കൂടെ താമസിക്കുന്ന ശിവകൃഷ്ണൻ ദേഹോദ്രവം ഏൽപ്പിക്കുകയും രാത്രി 12:30 മണിയോടുകൂടി ആ സമയത്ത് അർച്ചന കിണറ്റിൽ ചാടുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തി അർച്ചനയെ രക്ഷിച്ച് ഏകദേശം ഒരു പകുതി ഭാഗം ആയപ്പോഴാണ് ഇവിടെ നിന്ന് ടോർച്ച് തെളിച്ചു കൊടുക്കുകയായിരുന്ന ശിവകൃഷ്ണൻ ഈ കിണറ്റിലേക്ക് വീഴുകയും ഇതിൻ്റെ കൽഭിത്തികൾ ഇടിഞ്ഞ് 3 പേരും കൂടി കിണറ്റിനുള്ളിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. അർച്ചനയുടെയും സോണി എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെയും മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. മരിച്ച ശിവകൃഷ്ണൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലും പുരോഗമിക്കുകയാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇവരുടെ പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയാക്കി തുടർന്നുള്ള അന്വേഷണം, സാക്ഷികളെല്ലാം നാട്ടുകാരെയെല്ലാം കണ്ടു ചോദിച്ചുള്ള അന്വേഷണം പോലീസ് ശക്തമായിട്ട് തന്നെ നടത്തുന്നതാണ്. ഇത് പ്രധാനമായും ഇതൊരു അപകട മരണമാണെങ്കിൽ പോലും, അപകടത്തിൽ സംഭവിച്ചതാണ് എങ്കിൽ പോലും അത്തരത്തിലൊരു സാഹചര്യങ്ങളിലേക്ക് എത്തിയത് ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഈ അർച്ചനയെ ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രദേശവാസികളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ വാർത്തകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരത്തിലൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ കുട്ടിയെ അർച്ചനയെ, അത് മരണപ്പെട്ട അർച്ചനയെ ശിവകൃഷ്ണൻ ഉപദ്രവിക്കുന്നതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഈ അർച്ചന മൊബൈലിൽ പകർത്തിയിരുന്നതായും അത് ഇപ്പോൾ ആ മൊബൈലിൽ നിന്ന് കാണാൻ സാധിച്ചതായും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്താണ് കാണാൻ കഴിയുന്നത്? അതിൽ മർദ്ദിച്ച പാടുകളൊക്കെ വീഡിയോയിൽ കാണാൻ കഴിയുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ രീതിയിലുള്ളൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഇതിൽ ഈ അർച്ചനയെ മർദ്ദിച്ച ശിവകൃഷ്ണനും ഇപ്പോൾ ഇല്ല, അദ്ദേഹവും മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലായിരിക്കും അതിൻ്റെ അബേറ്റ് ചാർജ് ആയിരിക്കും ചെയ്യുന്നത് പോലീസ്. അതിന് ഏറ്റവും വേദനാജനകമായൊരു കാര്യം, രക്ഷാപ്രവർത്തനത്തിന് സ്വന്തം ജീവൻ പോലും നോക്കാതെ മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തി അല്ലേ, അദ്ദേഹത്തിനെ കുറിച്ച്? ഇന്നലെ മഴയായതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവർ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരുകയും അർച്ചനയെ രക്ഷിച്ചെടുക്കാനും സാധിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഇവർക്ക് ഇങ്ങനെയൊരു സംഭവം, ഒരു അതിദാരുണമായ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം, അതിദാരുണമായ സംഭവം ഉണ്ടായി 3 ജീവനുകളാണ് പൊലിഞ്ഞത്. സാർ, ഈ ഒരു പ്രദേശം നോക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വാഹനങ്ങൾക്ക് കടന്നു വരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലേ? അതെ, വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും ഫയർഫോഴ്സുകാർ
വളരെ സമയത്ത് തന്നെ ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിക്കുകയുണ്ടായി. സ്വപ്ന, അതാണ് ഈ ഒരു അതായത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തും നോക്കാതെ മുന്നിട്ടിറങ്ങിയ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ആ ഈ പറയുന്ന പോലെ ഒരു ജീവൻ രക്ഷിക്കാൻ ഇറങ്ങുന്നതിനിടയിൽ സംഭവിച്ച അദ്ദേഹത്തിൻ്റെ ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലൊരു ദാരുണമായ സംഭവമാണ് എന്നുകൂടി നമുക്ക് ഇത് ഈ അവസ്ഥയിൽ പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാര്യം അദ്ദേഹം കഴിഞ്ഞ രാത്രികളിലൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. അത്തരത്തിൽ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ വിവിധ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ട് നിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ഈ ഒരു ഫോൺ കോൾ എടുത്തുന്നു. അതായത് അർച്ചന കിണറ്റിൽ ചാടി, കിണറ്റിൽ ആ കുട്ടിക്ക് ജീവനുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഫയർഫോഴ്സിലേക്ക് ഒരു ഫോൺ കോൾ സന്ദേശം എത്തുന്നു. ആ സന്ദേശം കേട്ട ഉടൻ തന്നെ അദ്ദേഹം ആ ഒരു പ്രദേശത്തേക്ക് എത്തുന്നു. ഇവിടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടേക്ക് കടന്നു വരിക എന്ന് പറയുന്നത്. അത്തരത്തിൽ കടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്തേക്ക് എത്തുന്നു. അതിനുശേഷം യാതൊന്നും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ആ കിണറ്റിനുള്ളിലുള്ള ഒരു ജീവൻ, അത് അവിടെ നിന്നും അവരുടെ നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടിട്ട് ആ ഒരു ശബ്ദം അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താമെന്നൊരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്നു. അങ്ങനെ രക്ഷപ്പെടുത്താനായി മുന്നിട്ടിറങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. പക്ഷേ ആ സമയത്തൊന്നും അദ്ദേഹം ഒരുപക്ഷെ ഈ കിണറിൻ്റെ സുരക്ഷയെ പറ്റി ഒന്നും ചിന്തിച്ച് കാണില്ല. കിണറിനുള്ളിലുള്ള ആ ജീവൻ, അത് എത്രയും പെട്ടെന്ന് അതിനെ കരയ്ക്കെത്തി ആ ജീവൻ നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്യമത്തിൽ, ആ ഒരു ദൗത്യത്തിൽ തന്നെയായിരുന്നു ആ ഫയർഫോഴ്സ് ജീവനക്കാരൻ. അദ്ദേഹം അതുകൊണ്ട് തന്നെ കിണറിൻ്റെ ഒരു സുരക്ഷയോ അല്ലെങ്കിൽ കിണറിന് അത്രത്തോളം ഉറപ്പുണ്ടെന്നൊന്നും ആ സമയത്ത് നോക്കി കാണില്ല. പക്ഷേ സ്വാഭാവികമായും കിണറിൻ്റെ ഈ ഒരു അവസ്ഥ നോക്കുമ്പോൾ കിണറിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കട്ട വെച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നീട് താഴോട്ട് കരിങ്കല്ല് കൊണ്ട്, അതൊക്കെ പാറകൾ കൊണ്ട് കെട്ടി ഈ കിണറിൻ്റെ താഴേക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുകളിലെ ഈ കട്ടയുടെ ഭാഗം അത് മഴ പെയ്ത് കുതിർന്ന ഒരവസ്ഥയിൽ, അതുകൊണ്ട് തന്നെ അത് ഇടിഞ്ഞ് താഴ്ന്നതിനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു അപകടം, അതിദാരുണമായൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഈ വീട്ടിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അവർ നേരിടുന്നുണ്ട്.